അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജീവിതത്തിൽ എത്രയൊക്കെ സുഖസൗകര്യങ്ങളും പണവും ഉണ്ടായിട്ടും കാര്യമില്ല, മനസ്സമാധാനം തന്നെയാണ് വലുത് എന്ന കാര്യം അതാ സഫീർ മനസ്സിലാക്കുകയാണ്. എന്നാൽ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി സഫീറിൻ്റെ ഹൃദയം പൊട്ടിയുള്ള ദുആ. റമളാൻ മാസത്തിൻ്റെ അവസാന രാത്രികൾ, മുസ്ലിങ്ങളുടെ ഹൃദയം മുഴുവൻ പ്രതീക്ഷ നിറക്കുന്ന രാത്രികൾ. ആ രാത്രികളിൽ ഒന്ന് ലൈലത്തുൽ ഖദർ, 1000 മാസങ്ങളേക്കാൾ മികച്ച രാത്രി. ആ രാത്രി അള്ളാഹുവിനോട് പറയുന്ന ഒരു ഹൃദയ ദുആ പോലും ഒരു മനുഷ്യൻ്റെ വിധിയെ മാറ്റാൻ കഴിയുമെന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും സഫീർ അതിനെക്കുറിച്ച് ആലോചിച്ചു. അതെ, സഫീർ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുമല്ലോ, സമ്പന്ന കുടുംബത്തിലെ, അതെ, പുളിക്കൽ തറവാട്ടിലെ യുവാവ്. പണമുണ്ട്, സ്വത്തുണ്ട്, വലിയ വീടുണ്ട്. പക്ഷേ അവൻ്റെ ഹൃദയം ശൂന്യമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അവൻ്റെ വീട്ടിലെ അന്തരീക്ഷം. അവൻ്റെ ജ്യേഷ്ഠൻ ജസീർ അവനെക്കുറിച്ച് നാട്ടുകാർ പോലും പേടിച്ച് പറയും. അവനെ പേടിയാണ് എല്ലാവർക്കും. കോപം, ക്രൂരത, അന്യായം, അങ്ങനെ പല രീതിയിലുള്ള സ്വഭാവങ്ങൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ജസീറിൻ്റെ ആദ്യ ഭാര്യ, നമ്മുടെ ഹാദിയ, അവൾ വരെ മൂലക്കിലാക്കിയത് അവനാണ്. ശരിക്കും അവളുടെ ജീവിതം തന്നെ മാറിപ്പോയി. ഇപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുന്നൊരവസ്ഥ. ഒരു കുട്ടിയുടെ ജീവിതം മുഴുവനായി മാറ്റിമറിക്കുക എന്ന് വെച്ചാൽ റബ്ബേ, അതാർക്കും സഹിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല. എന്നാൽ ആ സംഭവം സഫീറിൻ്റെ ഹൃദയത്തിൽ വലിയ മുറിവായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ജീവിതത്തിനിടയിൽ സഫീറിൻ്റെ ഹൃദയത്തിലേക്ക് വന്ന നമ്മുടെ റിസ്വാന വക്കീൽ, നല്ല പെൺകുട്ടി, സദാചാരവും ദീനും ഭൗതിക പഠനവും ഒക്കെയുള്ള എല്ലാ വിശേഷണങ്ങളും ഒത്തിണങ്ങിയ റിസ്വാന വക്കീൽ. അവളെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ ഉണ്ടായ ആഗ്രഹമായിരുന്നു ഇവളെ വിവാഹം കഴിക്കാൻ കഴിയുമോ എന്നുള്ളത്. എന്നാൽ വീട്ടിൽ പറഞ്ഞപ്പോൾ സ്ഥിതിഗതികൾ അങ്ങനെയാണ് പറഞ്ഞത്. ഉമ്മ, എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഉമ്മാകെ ചീത്ത പറയുകയായിരുന്നു. ജസീറും കോപത്തോടെ പറഞ്ഞു, അതെ, ഈ വീട്ടിൽ ഞങ്ങൾ എന്താണ് തീരുമാനിക്കുക അതേ നടക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും നീ അവിടെ പെണ്ണിനെ കണ്ടു ഇവിടെ പെണ്ണിനെ കണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അതൊന്നും നടക്കണ കാര്യമില്ല. സഫീറിൻ്റെ ഹൃദയം തകർന്നു പോയി. മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദന. അത് ആഷി ഉസ്താദ് നിക്കാഹിന് വേണ്ടി നാട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ റബ്ബേ, എനിക്ക് എൻ്റെ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം പോലും എടുക്കുവാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ എന്നുള്ള ടെൻഷനായിരുന്നു അവൻക്ക്. റബ്ബേ, ഞാൻ എന്തൊരു മനുഷ്യനാണ്. എനിക്ക് പണവും സ്വത്തും എല്ലാം ഉണ്ട്, പക്ഷേ ഒരു സന്തോഷമുള്ള കുടുംബജീവിതം പോലുമില്ല. അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. എന്നാൽ റമദാൻ മാസത്തിലെ ആ ദിവസം സഫീർ പള്ളിയിലിരുന്നു ഓരോന്ന് ആലോചിച്ചുകൊണ്ട്. എന്നാൽ അവിടെ ഒരു ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അവനതെല്ലാം ശ്രദ്ധിച്ചു കേട്ട് ഉസ്താദ് പറഞ്ഞു, പൊന്നു മക്കളെ, ഇന്നത്തെ രാത്രി നമ്മൾ ദിക്ർ നഷ്ടപ്പെടുത്താൻ പാടില്ല. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി അള്ളാഹുവിനോട് ഹൃദയം പൊട്ടി പറയുന്ന ദുആ അള്ളാഹു ഒരിക്കലും അവഗണിക്കില്ല. നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ തൗബ ചെയ്യുക. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് തുറന്ന് പറയുക. അവിടെ ഒരു മറയുടെയും ആവശ്യമില്ല. അള്ളാഹുവിനോട് നേരിട്ട് തന്നെയാണ് ഇത്. അള്ളാഹു നേരിട്ട് സ്വീകരിക്കും. സഫീറിൻ്റെ ഹൃദയം വിറച്ചു. റമളാനിലെ 27-ാം രാവിൻ്റെ രാത്രി. ആകാശം ശാന്തമായിരുന്നു. പള്ളിയിൽ നിന്നും പലരും നിസ്കരിക്കുകയായിരുന്നു. സഫീർ ഒരു കോണിലിരുന്നു. നമസ്കാരം കഴിഞ്ഞ് കൈകളുയർത്തി പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അള്ളാഹുവേ, എൻ്റെ ഹൃദയം നീ അറിയുന്നില്ലേ? എൻ്റെ വീട്ടിലെ അവസ്ഥ നീ കാണുന്നില്ലേ? എൻ്റെ ഉമ്മയുടെ സ്വഭാവം ദിവസേന മോശമാവുകയാണ്. എൻ്റെ ജ്യേഷ്ഠൻ, അവൻ്റെ ശബ്ദം വിറച്ചു. അവൻ ചെയ്യുന്ന ഉപദ്രവം എനിക്ക് സഹിക്കാൻ പോലും കഴിയുന്നില്ല. അവൻ വീണ്ടും കരഞ്ഞു. റബ്ബേ, റിസ്വാന വക്കീൽ, അവളൊരു പാവം പെണ്ണാണ്. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്നതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അവൻ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ വിങ്ങിപ്പൊട്ടി. എൻ്റെ വീട്ടുകാരുടെ സ്വഭാവം കൊണ്ട് അത് നടക്കില്ല എങ്കിൽ അല്ലാ. സഫീർ കണ്ണുകൾ തുടച്ചു. റബ്ബേ, അവൾ എൻ്റെ ജീവിതത്തിലേക്ക് നൽകാൻ നീ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവൾക്ക് നല്ലൊരു ഭർത്താവിനെ നീ നൽകണമല്ല. എൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അത് തൻ്റെ ജ്യേഷ്ഠനെ എനിക്ക് വിശ്വാസമില്ല. എന്ത് ചെയ്യാനും മടിക്കാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ റബ്ബേ, എന്നേക്കാൾ നല്ലൊരു ഭർത്താവിനെ അവൾക്ക് ലഭിച്ച് അവർ സന്തോഷത്തോടെ ജീവിക്കണം.
അതാണ് റബ്ബേ എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ അവളെ വിവാഹം കഴിച്ചാൽ എൻ്റെ ജ്യേഷ്ഠൻ അവളോട് പകവെക്കും, അവൾക്ക് ഉപദ്രവമുണ്ടാക്കും. അവൻ്റെ ശബ്ദം തകർന്നു. റഹ്മാനെ, ആ ഷെറിനെ തൊട്ട് അവളെ നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ. അവൾക്ക് നീ ഹൈറായ ജീവിതം കൊടുക്ക്. എൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ എന്തായാലും സമാധാനം കിട്ടില്ല അവൾക്ക്. എന്നാൽ അവൻ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. റബ്ബേ, അവളെ മറ്റൊരുത്തിന് വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കട്ടെ. അല്ലാഹുവേ, എനിക്ക് ഭാഗ്യമില്ലെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല, ഞാൻ ക്ഷമിച്ചോളാം. പക്ഷെ അവൾക്ക് ദുഃഖം വരാൻ പാടില്ല റബ്ബേ. അവൾക്ക് ഒരിക്കൽ പോലും ദുഃഖം നീ വരുത്തില്ല അല്ലാ. ആ രാത്രി സഫീർ ഉറങ്ങിയില്ല. വീണ്ടും വീണ്ടും ദുആ ചെയ്തു. കണ്ണ് തുടർച്ചയായി ഒഴുകി. അത് മനസ്സിൻ്റെ ഉള്ളിൽ റിസ്വാന വക്കീൽ. പക്ഷെ അവളെ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാനും എനിക്ക് കഴിയുന്നില്ല റബ്ബേ. അല്ലാ, അവൻ ആലോചിച്ചു വീട്ടിലെ ജ്യേഷ്ഠനെ കുറിച്ച്. കാരണം അവനെങ്ങാനും റിസ്വാന വക്കീലിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റബ്ബേ എന്തിനു നന്ന്. സഫീറിൻ്റെ ജ്യേഷ്ഠൻ വളരെ കടുപ്പമുള്ള ആളാണ്. അത്രക്കും ദേഷ്യവും. അവൻ്റെ വാക്ക് തന്നെയായിരുന്നു വീട്ടിലെ നിയമം. അതെ, ഉമ്മയും അതേ സ്വഭാവം. അവർ പലപ്പോഴും പറയും, ഈ വീട്ടിൽ ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് നടക്കുക, അല്ലാതെ നീ എവിടെന്നെങ്കിലും പെണ്ണിനെ കണ്ടു പരിചയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ സഫീർ പല കാര്യങ്ങളും മനസ്സിൽ അടച്ചു വെച്ചായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ ആദ്യം സഫീർ കോടതിയിലേക്ക് പോയ സമയത്താണ് റിസ്വാന വക്കീലിനെ ആദ്യമായി കാണുന്നത്. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറുതായൊരു ഇഷ്ടം. എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ മുഖത്തേക്കായിരുന്നു പോയിരുന്നത്. പക്ഷെ അവളുടെ സൗന്ദര്യത്തേക്കാൾ അവളുടെ സ്വഭാവമാണ് സഫീറിനെ ആകർഷിച്ചത്. വിനയം, മര്യാദ, സംസാരത്തിലെ ശാന്തത. ആ ഒരു നിമിഷം സഫീറിൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് മാറി. റബ്ബേ, പ്രണയം. ആ ദിവസം കഴിഞ്ഞ ശേഷം സഫീറിൻ്റെ മനസ്സിൽ അവളുടെ മുഖം തന്നെ. അവൻ പലതവണ കോടതിയിലേക്ക് പോയി. പലതവണ അവളെ കണ്ടു. അവളുടെ ഓരോ വാക്കും അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. അവൻ മനസ്സിൽ പറഞ്ഞു, പഠിച്ചോന്, ഇവളെയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടത്. പക്ഷെ സമ്മതിക്കോ എന്തോ. എന്നാൽ സഫീർ കാര്യങ്ങളെല്ലാം വീട്ടിൽ പറഞ്ഞപ്പോഴും ഉമ്മയും ജസീറും എതിർക്കാണ് ചെയ്യുന്നത്. ജ്യേഷ്ഠൻ്റെ മുഖം മാറിക്കൊണ്ട് പറഞ്ഞു, അതെ, നിനക്ക് ഇഷ്ടമുള്ള പെണ്ണല്ല ഈ വീട്ടിലേക്ക് കടന്നു വരേണ്ടത്. ഞങ്ങൾ പറയുന്ന പെണ്ണിനെയാണ് നീ വിവാഹം കഴിക്കുക, അല്ലാതെ നീ പറയുന്നതിനെയല്ല. മനസ്സിലായല്ലോ? ഉമ്മയും പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി. സഫീറിൻ്റെ ഹൃദയം തകർന്നു. റബ്ബേ, ഇവരെനിക്ക് വേറെ വിവാഹം സെറ്റാക്കുന്നുണ്ടോ റബ്ബേ? എനിക്ക് പേടിയാണ്. ഞങ്ങൾ പറയുന്നത് നീ കേട്ടാൽ മതി. ആ വാക്കുകൾ സഫീറിൻ്റെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു. അന്ന് രാത്രി സഫീർ ഒറ്റയ്ക്കിരുന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അവൻ്റെ മനസ്സിൽ അവൻ പറഞ്ഞു, റബ്ബേ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അല്ല, അവൾക്ക് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവുമോ? എന്നാൽ അതേസമയം റിസ്വാന വക്കീലിനും അത് തൻ്റെ പ്രിയപ്പെട്ട തന്നെ കാണാൻ വന്ന തൻ്റെ സഫീറിനെ ഓർത്ത് വല്ലാത്തൊരു സ്നേഹം തോന്നിയിരുന്നു. അവൾക്ക് അവൻ്റെ വിനയം ഇഷ്ടമായി, അവൻ്റെ സംസാരത്തിലുള്ള സത്യസന്ധത. അവൾ പല രാത്രികളിലും ചിന്തിച്ചു സഫീർ. ആ പേര് അവളുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു. എന്നാൽ സഫീറിനെ അറിയുന്ന ഒരു സത്യമുണ്ടായിരുന്നു. ഈ വിവാഹം ഒരിക്കലും വീട്ടുകാർ സമ്മതിക്കില്ല. അവൻ ജ്യേഷ്ഠന് നന്നായിട്ടറിയാം അവന്. കാരണം അവൻ്റെ കോപവും ക്രൂരതയും അവൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളതും. താൻ റിസ്വാനയെ കല്യാണം കഴിച്ചാൽ അവൾക്ക് ദുഃഖിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അല്ലാ. ആ രാത്രിയിൽ സഫീർ നിസ്കരിച്ച് പടച്ചറബിനോട് ദുആ ചെയ്യുകയാണ്. കൈകളുയർത്തി അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ടവൻ പറഞ്ഞു, അള്ളാഹുവേ, എൻ്റെ ഹൃദയം നീ അറിയുന്നില്ലേ? എനിക്ക് റിസ്വാനയെ മറക്കാൻ കഴിയുന്നില്ലല്ലാ. അവൻ വീണ്ടും വീണ്ടും പറഞ്ഞു, പക്ഷേ എൻ്റെ കാരണത്താൽ അവൾക്ക് ദുഃഖം വരരുത്. അവൻ്റെ കണ്ണുനീർ നിലത്തേക്കുറ്റ വീണു. റബ്ബേ, ഞാൻ അവളോട് കാര്യങ്ങൾ തുറന്നു പറയാം. എൻ്റെ വീട്ടുകാരുടെ അവസ്ഥ അവൾക്ക് വേണമെങ്കിൽ. അവൻ്റെ ശബ്ദം നിലച്ചു. അവൾ വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ ഒരു പക്ഷേ സമാധാന ജീവിതം ഉണ്ടാവും. എൻ്റെ കൂടെ ആവുമ്പോൾ ഒന്നിനും മടിക്കാത്തതാണ് ജസീർ. റബ്ബേ, അല്ല, അവൻക്ക് കുറച്ച് ഗ്യാങ്ങുണ്ട് ആളുകൾ. ആ ടീമിലായിരിക്കും അവൻ. അതെ, അവള് വേറെ വിവാഹം കഴിച്ചോട്ടെ. വിട്ടുകൊടുക്കാൻ മനസ്സ് വരുന്നില്ലല്ല. ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന പോലെ തോന്നാണ്. റഹ്മാനെ, അല്ലാ, അവളോടെല്ലാം തുറന്നു പറയാം എൻ്റെ വീട്ടുകാരുടെ അവസ്ഥ.
അവൾക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അതെ, അവൾ വേറെ വിവാഹം കഴിച്ചോട്ടെ, എന്നെ കാത്തു നിൽക്കണ്ട. പക്ഷേ അവൾ സന്തോഷത്തോടെ ജീവിക്കണം. അവൾക്ക് ദുഃഖം വരാൻ പാടില്ല. എനിക്ക് ദുഃഖം വന്നാലും നോ പ്രോബ്ലം, പക്ഷെ അവൾക്ക് ദുഃഖം വരാൻ പാടില്ല. ആ രാത്രി സഫീർ ഉറങ്ങുവാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. അവൻ്റെ മനസ്സിൽ ആ റിസ്വാന വക്കീലിൻ്റെ ആ ഒരു ചിരി, അവളുടെ ശബ്ദം, അവളുടെ മുഖം. അവൻ കണ്ണുകൾ തുടച്ചു. അവൻ പതുക്കെ പറഞ്ഞു, റിസ്വാൻ, നിന്നെ എനിക്ക് മറക്കുവാൻ കഴിയുന്നില്ല മോളെ. എവിടെയായാലും റിസ്വാന വക്കീൽ സുരക്ഷിതയായിരിക്കണം എന്നൊരു വാശി സഫീറിലും വിജയിച്ചു. ഒരുപക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ അത് പറ്റിയിട്ടില്ലായിരിക്കും, എന്നാൽ മരണത്തിലെങ്കിലും ഒരുമിച്ചൂടെ അല്ലാ. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ റിസ്വാനയുടെ മുഖം. എന്നാൽ ഒരു നിമിഷം ആലോചിച്ചു, അല്ലെങ്കിലും ഉമ്മയുടെയും ജ്യേഷ്ഠൻ്റെയൊക്കെ സമ്മതം നോക്കി നിന്നാലേ എനിക്ക് എൻ്റെ ജീവിതം ആസ്വദിക്കാൻ പറ്റുമോ? സഫീറിന് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള മനസ്സ് വരികയാണ് ആ രാത്രിയിൽ. എന്തായിരിക്കും സഫീറിൻ്റെ പുതിയ തീരുമാനങ്ങൾ? ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.